നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള വാരഫലമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില അനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും ഈ വാരം ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യത കാണുന്നു. തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ പുരോഗതിയും അംഗീകാരവും ലഭിക്കുന്ന സമയമാണിത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ ലഭിക്കും. സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പണം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടാൻ സാധ്യത കാണുന്നു. സാമ്പത്തികമായി നില മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും വാരത്തിൻ്റെ മധ്യത്തോടെ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. പണമിടപാടുകളിൽ നിയന്ത്രണം ആവശ്യമാണ്. ഭൂമിയിലോ വാഹനങ്ങളിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വാരം അനുകൂല സമയമാണ്. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും. പ്രണയബന്ധങ്ങൾ കൂടുതൽ വ്യക്തതയും സന്തോഷവും ഉണ്ടാകും. പഴയകാല തെറ്റിദ്ധാരണകൾ മാറി ബന്ധങ്ങൾ ദൃഢമാകും. ഈ ആഴ്ചയുടെ കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച പുരോഗതി ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ഏകാഗ്രത വർദ്ധിക്കും. ജോലിഭാരം കാരണം ചെറിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദമോ ക്ഷീണമോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കണ്ണിന് ചെറിയ അസ്വസ്ഥതയോ തലവേദനയോ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നു. ഭക്ഷണക്രമത്തിലും വിശ്രമത്തിലും പ്രത്യേക ശ്രദ്ധ നൽകുക. ഈ ആഴ്ചത്തെ ഗുണഫലം: തൊഴിൽ പുരോഗതി, കുടുംബസൗഖ്യം. ജാഗ്രത, അനാവശ്യ ചിലവുകൾ. തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമമോ കറുകമാലയോ സമർപ്പിക്കുന്നതോ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലവും സമാധാനപരവുമായ ഒന്നായിരിക്കും. ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പുതിയ പങ്കാളിത്ത കരാറുകൾ ഒപ്പിടാൻ അനുയോജ്യമായ സമയമാണ്. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നുചേരാൻ സാധ്യത കാണുന്നു. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. വീട് പുതുക്കിപ്പണിയാനും വാഹനങ്ങൾ വാങ്ങാനും പണം ചെലവായേക്കാം. എങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വിവാഹകാര്യത്തിൽ തീരുമാനമാക്കാതെ നിന്നവർക്ക് ഈ വാരം അനുകൂലമായ ആലോചനകൾ വരാൻ സാധ്യത കാണുന്നു. കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ അവസരം ലഭിക്കാൻ സാധ്യത കാണുന്നു. പ്രണയബന്ധങ്ങൾ ദൃഢമാകും. പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും. കായിക രംഗങ്ങളിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം ലഭിക്കാൻ സാധ്യത കാണുന്നു. ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും കാലുകൾക്കോ സന്ധികൾക്കോ ചെറിയ വേദനകൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ത്വക്ക് രോഗത്തിനോ അലർജിക്കോ ഉള്ള സാധ്യത കാണുന്നു. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. ഗുണഫലം: സാമ്പത്തിക നേട്ടം, ബന്ധങ്ങളിൽ ദൃഢത. ജാഗ്രത, ഭക്ഷണശീലം. ചൊവ്വാഴ്ച മധ്യാഹ്നത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും ചുവന്ന പട്ട്, മാല, കടുംപായസം തുടങ്ങിയ വഴിപാടുകൾ ജന്മനക്ഷത്ര ദിവസം നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം.
ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പല പ്രതിസന്ധികളും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കുമെങ്കിലും അവ പൂർത്തിയാക്കാൻ കഠിനാധ്വാനം വേണ്ടിവരും. സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. അനാവശ്യ തർക്കങ്ങൾ ജോലിസ്ഥലത്തെ സമാധാനം നശിപ്പിച്ചേക്കാം. തൊഴിൽ രംഗത്ത് ബുദ്ധിപരമായി മുന്നേറാൻ സാധിക്കും. എങ്കിലും അപ്രതീക്ഷിത തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നു. ആയതിനാൽ ആലോചിച്ചുള്ള തീരുമാനങ്ങൾ പ്രധാനമാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് പരിചയസമ്പന്നരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. വലിയ ലാഭത്തേക്കാൾ സ്ഥിരതയ്ക്ക് മുൻതൂക്കം നൽകുക. വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിതമായ ചില ചെലവുകൾക്ക് സാധ്യത കാണുന്നു. ആഡംബര വസ്തുക്കൾ വാങ്ങാനോ വീടിൻ്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടിയോ പണം ചെലവാക്കാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും വാരത്തിൻ്റെ പകുതിയോടെ അവ പരിഹരിക്കപ്പെടും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. സുഹൃത്തുക്കളോടൊപ്പമോ ബന്ധുക്കളോടൊപ്പമോ ചെറിയ വിനോദയാത്രകൾക്ക് സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസ വർദ്ധിക്കും. തൊണ്ടവേദന, ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ കൈകാലുകൾക്ക് ചെറിയ വേദന എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നു. ഗ്യാസ് ട്രബിൾ, ഉറക്കക്കുറവ്, മാനസിക അസ്വസ്ഥത എന്നിവ ബുദ്ധിമുട്ടിച്ചേക്കാം. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. ഗുണഫലം: യാത്രാ നേട്ടം, കർമ്മരംഗത്ത് വിജയം. ജാഗ്രത: സംസാരത്തിൽ മിതത്വം പാലിക്കുക. തിങ്കളാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമോ നാരായണ മന്ത്രം ജപിക്കുന്നതും ജന്മനക്ഷത്ര ദിവസം മഞ്ഞപ്പൊട്ട്, താമര, പാൽപ്പായസം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിൻ്റെ കരുത്തും ക്ഷമയും പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ കുറയാൻ സാധ്യതയുള്ളതിനാൽ സ്വയം പ്രയത്നിക്കേണ്ടി വരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ ഈ ആഴ്ചയുടെ അവസാന പകുതി വരെ കാത്തിരിക്കേണ്ടി വരും. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. ബിസിനസ്സിൽ ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. സർക്കാർ സംബന്ധമായ ഇടപാടുകളിൽ കുടിശ്ശികകൾ തീർക്കാൻ ഈ ആഴ്ച പ്രയോജനപ്പെടുത്തുന്നത് ഉത്തമമായിരിക്കും. അപ്രതീക്ഷിത ചിലവുകൾ വന്നുചേരാൻ സാധ്യത കാണുന്നു. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വാരം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നു. ശ്രദ്ധ ചഞ്ചലപ്പെടാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്തുക. വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ രേഖകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത പാലിക്കേണ്ട വാരമാണിത്. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ അലർജിയോ ഉള്ളവർ ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായ അസ്വസ്ഥതകളെ കണ്ണ് സംബന്ധമായ ബുദ്ധിമുട്ടുകളോ വരാൻ സാധ്യത കാണുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക. ഗുണഫലം: കുടുംബ പിന്തുണ. ജാഗ്രത: മാനസിക സമ്മർദ്ദം, പുതിയ ബിസിനസ് തീരുമാനങ്ങൾ. ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ധാര വഴിപാടായി നടത്തുന്നതും ഓം നമഃശിവായ ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും.
തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നു. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുക. ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായി ഈ വാരം മികച്ചതായിരിക്കും. മുമ്പ് മുടങ്ങിക്കിടന്ന പണം കൈവശം വന്നു ചേരാൻ സാധ്യത കാണുന്നു. വരുമാനം വർദ്ധിക്കുമെങ്കിലും ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കുന്നത് നിയന്ത്രിക്കുക. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായ സർപ്രൈസുകൾ ലഭിച്ചേക്കാം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ആലോചനകൾ വരാൻ സാധ്യതയുള്ള വാരമാണിത്. തടസ്സപ്പെട്ടു കിടന്നിരുന്ന വിവാഹ കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വാരമാണിത്. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ പ്ലാനിംഗ് നടത്തുക. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. വിസ തടസ്സങ്ങൾ മാറിക്കിട്ടും. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് തലവേദനയോ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും പാലിക്കുക. ദീർഘദൂര യാത്രകൾ നടത്തുമ്പോൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ഗുണഫലം: പുതിയ സംരംഭങ്ങൾ, പ്രണയ സാഫല്യം. ജാഗ്രത: ആരോഗ്യകാര്യങ്ങൾ. ചൊവ്വാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ഞായറാഴ്ചകളിൽ ആദിത്യഹൃദയം മന്ത്രം ജപിക്കുന്നതും സൂര്യഗായത്രി ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്തെ മത്സരങ്ങളിൽ വിജയിക്കും. ശത്രുക്കളുടെ തന്ത്രങ്ങളെ അതിജീവിക്കാനും തടസ്സപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാനും സാധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരം ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ ഓർഡറുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും അനുയോജ്യമായ സമയമാണ്. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആഴ്ചയുടെ മധ്യത്തോടെ അപ്രതീക്ഷിതമായ ചിലവുകൾ വരാം. നിക്ഷേപങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്ത കേൾക്കാം. പ്രണയിക്കുന്നവർക്ക് പരസ്പര വിശ്വാസം വർദ്ധിക്കുന്ന സമയമാണിത്. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ദാമ്പത്യത്തിലെ ചെറിയ പിണക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഫലം ലഭിക്കും. ഏകാഗ്രത വർദ്ധിക്കുകയും പഠനത്തിൽ താൽപ്പര്യം കൂടുകയും ചെയ്യും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും ചർമ്മ സംബന്ധമായ അലർജികളോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ വരാതെ ശ്രദ്ധിക്കുക. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുക. വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടാൻ സാധിക്കും. ഗുണഫലം: വിദ്യാഭ്യാസ വിജയം, സാമ്പത്തിക അച്ചടക്കം. ജാഗ്രത: ജോലിയിലെ തിരക്ക്. ചൊവ്വാഴ്ച മധ്യാഹ്നത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഞായറാഴ്ച ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ നൽകുമെങ്കിലും ശനിയുടെയും ബുധൻ്റെയും സ്വാധീനം ചില കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യപ്പെടുന്നു. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള സഹകരണം കുറയാൻ സാധ്യതയുള്ളതിനാൽ സ്വന്തം കാര്യങ്ങൾ നേരിട്ട് ശ്രദ്ധിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആഴ്ചയുടെ പകുതിയോടെ അനുകൂലമായ മറുപടി ലഭിക്കും. ബിസിനസ്സിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. എങ്കിലും വിദേശത്ത് നിന്ന് ഓർഡറുകളോ സഹായങ്ങളോ ലഭിക്കാൻ സാധ്യത കാണുന്നു. വരവിനേക്കാൾ ചെലവ് കൂടാൻ സാധ്യതയുള്ള വാരമാണിത്. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുക. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം.
കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. വീട് പുതുക്കിപ്പണിയുന്നതിനോ പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിനോ തീരുമാനമുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. വിവാഹാലോചനകളിൽ തീരുമാനമാകാൻ കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. എന്നാൽ ഏകാഗ്രതക്കുറവ് പഠനത്തെ ബാധിക്കാതെ നോക്കണം. കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കും. നടുവേദന, സന്ധിവാതം തുടങ്ങിയ ബുദ്ധിമുട്ടുള്ളവർ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുക. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. വാഹനമോടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ഗുണഫലം: ഐശ്വര്യം, ആരോഗ്യപുഷ്ടി. ജാഗ്രത: യാത്രാസുരക്ഷ. വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ശനിയാഴ്ച ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. വിശാഖം അവസാനകാൽ. അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. ചില കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുക. ജോലിസ്ഥലത്ത് സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലും കഠിനാധ്വാനത്തിന് ആഴ്ചയുടെ അവസാനത്തോടെ അംഗീകാരം ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കൃത്യത പാലിക്കുക. ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും. പുതിയ കരാറുകൾ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. പണമിടപാടുകളിൽ വിശ്വസ്തരുമായി മാത്രം സഹകരിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത ചെലവുകൾ വരാം. പ്രത്യേകിച്ച് വീട്, വാഹന സംബന്ധമായ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവായേക്കാം. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും ഈ വാരത്തിൽ വലിയ തുക കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മാതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. പ്രണയബന്ധങ്ങളിൽ ഊഷ്മളത നിലനിൽക്കും. വിവാഹാലോചനകളിൽ ഗുണകരമായ തീരുമാനങ്ങൾ ആഴ്ചയുടെ പകുതിയോടെ ഉണ്ടായേക്കാം. പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിച്ചേക്കാം. സാങ്കേതിക മേഖലയിലുള്ളവർക്ക് ഈ വാരം കൂടുതൽ ഗുണകരമാണ്. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ രക്തസമ്മർദ്ദ വ്യതിയാനമോ മൂലമുള്ള ചെറിയ അസ്വസ്ഥതകൾ അലട്ടാൻ സാധ്യത കാണുന്നു. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക. യാത്രകളിൽ ജാഗ്രത പാലിക്കുക. ഗുണഫലം: ധനലാഭം, ആത്മവിശ്വാസം. ജാഗ്രത: മുൻകോപം. വ്യാഴാഴ്ച മധ്യാഹ്നത്തിന് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഈ വാരത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. ജോലിയിൽ വലിയ പുരോഗതി ഉണ്ടാകും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്നു. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായ വാർത്തകൾ ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ലാഭവിഹിതം വർദ്ധിക്കും. പഴയകാല സുഹൃത്തുക്കളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ബിസിനസ്സിൽ സഹായം ലഭിക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമായിരിക്കും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം. ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂല സമയമാണ്. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവാക്കാതെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. ബന്ധുക്കളുമായി സന്തോഷം പങ്കിടാൻ അവസരം ലഭിക്കും. കുട്ടികളുടെ പഠനത്തിലോ തൊഴിലിലോ ഉള്ള പുരോഗതിയിൽ അഭിമാനമുണ്ടാകും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണ്. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകും. ദാമ്പത്യ ജീവിതം സമാധാനപരമായിരിക്കും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഫലം ലഭിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം കൈവരിക്കും. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. എങ്കിലും കാലുകൾക്കോ സന്ധികൾക്കോ ചെറിയ വേദന വരാതെ ശ്രദ്ധിക്കുക. ഗുണഫലം: ബുദ്ധിപരമായ വിജയം, സന്താന സൗഖ്യം. ജാഗ്രത: ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം.
ചൊവ്വാഴ്ച പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും സർവീശ്വരത്തിന് ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ കഠിനാധ്വാനം വേണ്ടിവരുമെങ്കിലും അതിനുള്ള പ്രതിഫലം ലഭിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നത് മാനസിക സമ്മർദ്ദമുണ്ടാക്കാം. എങ്കിലും സഹപ്രവർത്തകരുടെ പിന്തുണ ആശ്വാസമാകും. മേലുദ്യോഗസ്ഥരുമായുള്ള സംസാരത്തിൽ മിതത്വം പാലിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഴ്ചയുടെ പകുതിയോടെ അനുകൂലമായ സാഹചര്യമൊരുങ്ങും. പണമിടപാടുകളിൽ അതീവ ജാഗ്രത വേണം. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ധനപരമായ കാര്യങ്ങളിൽ സമ്മിശ്ര ഫലമാണ്. വരുമാനമുണ്ടാവുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്കായി പണം ചെലവാക്കേണ്ടി വരും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ വാരത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ജീവിത പങ്കാളിയുമായി ചേർന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കും. വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പ്രണയിക്കുന്നവർക്ക് പരസ്പര വിശ്വാസം വർദ്ധിക്കും. വിവാഹാലോചനകളിൽ പുരോഗതിയുണ്ടാകുമെങ്കിലും തടസ്സങ്ങൾ മാറാൻ കുറച്ച് കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്നവർക്ക് ഈ വാരം ഗുണകരമാണ്. കണ്ണ്, പല്ല് അല്ലെങ്കിൽ തൊണ്ട സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ വരാം. കൃത്യമായ വിശ്രമം അത്യാവശ്യമാണ്. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഗുണഫലം: തൊഴിൽ നേട്ടം. ജാഗ്രത: ദാമ്പത്യ വിട്ടുവീഴ്ചകൾ. ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ച ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം സമർപ്പിക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കാൻ ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുട്ടാതി ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കും. ഈ വാരത്തിൽ ബുധൻ്റെയും സൂര്യൻ്റെയും സാമീപ്യം നിങ്ങളുടെ ആശയവിനിമയത്തിന് ശേഷം തീരുമാനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും. ജോലിയിൽ അമിതമായ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാം. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാൻ അല്പം താമസിക്കുമെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആഴ്ചയുടെ അവസാനത്തോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾക്കോ നിക്ഷേപങ്ങൾക്കോ ഈ വാരം അത്ര അനുകൂലമല്ല. നിലവിലുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഉചിതം. പണമിടപാട് രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക. സാമ്പത്തികമായി ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യത കാണുന്നു. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. ആഡംബര വസ്തുക്കൾ ഈ ആഴ്ച ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എന്നിരുന്നാലും ചില കുടുങ്ങിക്കിടക്കുന്ന തുകകൾ അപ്രതീക്ഷിതമായി കൈവശം വന്നു ചേരാം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷത്തിനായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ബന്ധുക്കളുമായി അകൽച്ചയുണ്ടാകാതെ നോക്കണം. പ്രണയബന്ധങ്ങളിൽ ചെറിയ പിണക്കങ്ങൾ വരാം. എന്നാൽ അത് ഉടൻ തന്നെ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ കാലുകൾക്ക് വേദനയോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ഗുണഫലം: കുടുംബസൗഖ്യം. ജാഗ്രത: ആരോഗ്യകാര്യം. വെള്ളിയാഴ്ച മധ്യാഹ്നത്തിന് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ശനിയാഴ്ച ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം സമർപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉരുട്ടാതി അവസാനക്കാൽ, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. ജോലിയിൽ കഠിനാധ്വാനം വേണ്ടിവരും. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്രതീക്ഷിത ചില ചിലവുകൾ വന്നുചേരാൻ സാധ്യത കാണുന്നു. യാത്രകൾക്കോ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി പണം ചിലവായേക്കാം. വരവിനേക്കാൾ ചിലവ് കൂടാതെ നോക്കുക. സാമ്പത്തിക ഇടപാടിൽ കൃത്യത പാലിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. മക്കളുടെ കാര്യത്തിൽ ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. പ്രണയബന്ധങ്ങളിൽ വിശ്വസ്തത വർദ്ധിക്കും. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നത് ആശ്വാസം നൽകും. ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ നീങ്ങും.
ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകളോ ഉറക്കക്കുറവോ അനുഭവപ്പെട്ടേക്കാം. മനസ്സിന് അമിത സമ്മർദ്ദം കൊടുക്കാതിരിക്കുക. ഗുണഫലം: ആശ്വാസം, അംഗീകാരം, ജാഗ്രത, അനാവശ്യ ചിന്തകൾ. ചൊവ്വാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും പാൽപ്പായസം വഴിപാടായി നടത്തുന്നതും ഉത്തമമാണ്. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.